ഡേറ്റ സയൻസ്, ഡേറ്റ അനലിറ്റിക്സ്, ആർ ദേ ദ സെയിം തിങ്? നമ്മൾ ഒരു വലിയ ഡേറ്റ സെറ്റിൽ നിന്ന് ഡേറ്റ മൈൻ ചെയ്യുവാണ്. അത് ഡേറ്റ അനലിറ്റിക്സ് ആണോ, ഡേറ്റ സയൻസ് ആണോ? ഇപ്പൊ നമ്മൾ ഒരു ലൊക്കേഷനിൽ പോകണമെങ്കിൽ നമ്മൾ ഗൂഗിൾ മാപ്സിൽ ലൊക്കേഷൻ ഇടുമ്പോൾ അതിന്റെ താഴെ ETA, എസ്റ്റിമേറ്റഡ് ടൈം ഓഫ് അറൈവൽ എന്ന് പറഞ്ഞിട്ട് 20-25 മിനിറ്റ്സ് കാണിക്കും. അത് ഡേറ്റ സയൻസ് ആണോ, ഡേറ്റ അനലിറ്റിക്സ് ആണോ? ഇത് തമ്മിലുള്ള ഒരു മേജർ ഡിഫറൻസ് നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് ഇപ്പൊ നോക്കാം. ഒരു ഡേറ്റ അനലിസ്റ്റ് എന്ന് പറയുന്നത് ഒരു ഡിറ്റക്റ്റീവിനെ പോലെ ആണെങ്കിൽ ഒരു ഡേറ്റ സയന്റിസ്റ്റ് എന്ന് പറയുന്നത് ഒരു വിസാർഡിനെ പോലെയാണ്. ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. കേസ് കിട്ടിയ ഷെർലക് ഹോംസിനെ പോലെയാണ് ഡേറ്റ കിട്ടിയ ഡേറ്റ അനലിസ്റ്റ്. ഹി വിൽ ബി ലുക്കിംഗ് ഫോർ ട്രെൻഡ്, കോറിലേഷൻസ്, ആ ഡേറ്റ സെറ്റിലുള്ള ക്വാളിറ്റി ഇവാലുവേറ്റ് ചെയ്യും, ക്വാണ്ടിറ്റി ഇവാലുവേറ്റ് ചെയ്യും. ഓൺ ദി അതർ ഹാൻഡ് ഒരു ഡേറ്റ സയന്റിസ്റ്റ് ആയിക്കോട്ടെ, ഹി വിൽ ബി ലുക്കിംഗ് ഫോർ പ്രോബ്ലംസ്, ഐഡന്റിഫൈയിങ് പ്രോബ്ലംസ്, ക്രിയേറ്റിംഗ് സൊല്യൂഷൻസ്, ക്രിയേറ്റിംഗ് ദാറ്റ് മാജിക് വിത്ത് ദ ഡേറ്റ. അപ്പോൾ ഇതാണ് ഒരു ഡേറ്റ അനലിസ്റ്റും ഡേറ്റ സയന്റിസ്റ്റും തമ്മിലുള്ള ഒരു മേജർ ഡിഫറൻസ്. ഇനി ഡേറ്റ അനലിറ്റിക്സ്, ഡേറ്റ സയൻസ് ഒരു കരിയർ ചോയ്സ് ആയിട്ടാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ ദർ ഈസ് സംതിങ് യു ഷുഡ് അണ്ടർസ്റ്റാൻഡ്. ഈ ഡേറ്റ അനലിറ്റിക്സ് എന്ന് പറയുന്നത് ഡേറ്റ സയൻസിന്റെ തന്നെ ഒരു സ്പെഷ്യലൈസേഷൻ ആണ്. യു വാണ്ട് ടു വർക്ക് വിത്ത് AI അല്ലെങ്കിൽ മെഷീൻ ലേണിംഗ്, ട്രെയിനിങ് മോഡൽസ്, ദെൻ ഡേറ്റ സയൻസ് ഈസ് യുവർ തിങ്. ഓൺ ദി അതർ ഹാൻഡ് യു വാണ്ട് ടു വർക്ക് വിത്ത് ഐഡന്റിഫൈയിങ് ട്രെൻഡ്സ്, extracting, working with big data, creating visualization, data analysis is your thing. അപ്പം ഈ വീഡിയോ കണ്ടപ്പോൾ നിങ്ങൾക്ക് ഡേറ്റ അനലിറ്റിക്സും ഡേറ്റ സയൻസും തമ്മിലുള്ള ഒരു ചെറിയ ഡിഫറൻസ് എങ്കിലും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് നമ്മൾ വിചാരിക്കുന്നു. സ്റ്റേ ട്യൂൺ ഗൈസ്.